നമസ്കാരം. വാർത്താസന്ധിയിലേക്ക് വിശദമായി. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ മുതിർന്ന നേതാവ് AK ബാലനെ തള്ളാതെ മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയല്ല, മാറാട് ഓർമ്മിപ്പിക്കുകയാണ് AK ബാലൻ ചെയ്തത്. വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. UDFന്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായത്, വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചത്. വർഗീയ സംഘർഷങ്ങളെ നേരിടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് UDFന് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കർക്കശമായ നടപടികളിലൂടെ നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാർ രീതി. അതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. ഏത് വർഗീയത എന്ന പ്രശ്നമേ ഇല്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ വിജയിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആത്മവിശ്വാസത്തിന് മതിയായ കാരണമുണ്ട്. 10 വർഷത്തെ ഭരണം ജനം വിലയിരുത്തും. ജനങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ കനകൂലുവെന്നും മുഖ്യമന്ത്രി. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. ഞങ്ങൾക്ക് കനകൂലൊന്നുമില്ല. ഞങ്ങൾക്ക് ജനങ്ങൾ തന്നെയാണല്ലോ ഞങ്ങളുടെ കനകൂലും എല്ലാ കാലത്തും. ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, AK ബാലനെ തള്ളുന്നില്ല, ഭരണ തുടർച്ചയെന്ന ആത്മവിശ്വാസം, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി? ശ്രീജിത്ത്. ഉന്മേഷ്, മുഖ്യമന്ത്രിയുടെ സുദീർഘമായ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂടുതൽ നേരവും പറയാൻ ശ്രമിച്ചത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആസൂത്രണ ബോർഡിൻ്റെ നിലനിർത്തിയതടക്കമുള്ള കാര്യങ്ങൾ, സർക്കാരിനുണ്ടാക്കിയ മികവ്, ഒപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൂല്യം ഉയർന്ന കാര്യമൊക്കെയാണ് മുഖ്യമന്ത്രി ദീർഘമായി സംസാരിച്ചത്. പിന്നീട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഈ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക അവസ്ഥയാണ് ഉണ്ടായത്. അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നാടിൻ്റെ അനുഭവം എന്താണെന്ന് പരിശോധിക്കുന്നവർക്ക് LDFൻ്റെ ഗ്രാഫ് ഉയർന്നതാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള PR ഏജൻസിയുടെ ഇൻപുട്സ് അനുസരിച്ചാണോ മുഖ്യമന്ത്രി 110 സീറ്റിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കനകൂലമില്ല, ഞങ്ങളുടെ കനകൂലു ജനങ്ങൾ തന്നെയാണെന്ന പ്രതികരണമാണ് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ AK ബാലൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ബാലനെ പൂർണ്ണമായും ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. AK ബാലൻ്റെ പ്രസ്താവന അദ്ദേഹം കേരളത്തിൻ്റെ പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്നാണ് താൻ കരുതുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. നേരത്തെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് സംഘർഷങ്ങളുണ്ടായിരുന്നു. മാറാട് കലാപസ്ഥലം സന്ദർശിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നൊരു മന്ത്രിയെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിന് കാരണം RSSന് എതിർപ്പായിരുന്നു. അപ്പോൾ അതിന് വഴങ്ങി മുഖ്യമന്ത്രി തനിയാണ് അവിടെ പോയത്. അത്തരത്തിൽ അതാണ് UDFൻ്റെ രാഷ്ട്രീയം. എന്നാൽ അന്ന് ഒരു പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിച്ചിരുന്ന താൻ അവിടേക്ക് പോയത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ്, കൃത്യമായി അവിടെ പോയി മടങ്ങി വരികയാണ് താൻ ചെയ്തത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ AK ബാലൻ പറഞ്ഞത് കേരളത്തിൻ്റെ പഴയകാല അനുഭവത്തിൽ നിന്നാണ് എന്നാണ് കൃത്യമായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ, AK ആന്റണിയും അടക്കമുള്ള ആളുകൾ മുൻകാലങ്ങളിൽ ഈ ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിച്ചു. 2003 AK ആന്റണിയുടെ വിവാദമായ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന മുഖ്യമന്ത്രി പരാമർശിച്ചു. അന്ന് അതേ തുടർന്ന് AK ആന്റണിക്ക് രാജിവെക്കേണ്ടുവെന്ന കാര്യവും ഓർമ്മിപ്പിച്ചു. മലബാറിൽ കൂടുതൽ സീറ്റുകൾ ലീഗിന് നൽകുന്നത് ഗുണകരമല്ല എന്ന CK ഗോവിന്ദൻ നായരുടെ പ്രസംഗത്തെപ്പറ്റി രമേശ് ചെന്നിത്തല പരാമർശിച്ച കാര്യവും മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. ഒപ്പം തന്നെ 5ാം മന്ത്രി സ്ഥാനം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ലീഗിന് നൽകുമ്പോൾ അത് ലീഗിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക എന്ന സതീശിൻ്റെ പ്രസംഗവും മുഖ്യമന്ത്രി പരാമർശിച്ചു. അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയെപ്പറ്റി ജമാഅത്തെ ഇസ്ലാമി SDP വിമർശിക്കുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കാകെ എതിരെയല്ല, പിന്നെ സംഘപരിവാറിനെ വിമർശിക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരെയല്ല.
അങ്ങനെ കരുതുന്നു. ഞങ്ങൾക്ക് സ്ഥായിയായ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഉന്മേഷ്. ശരി, ആർ ശ്രീജിത്താണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം കുറുപ്പുംപടിയിൽ യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവാവിൽ നിന്ന് 6,60,000 രൂപയാണ് പോലീസുകാർ തട്ടിയെടുത്തത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇവർ യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്തത്. 6,60,000 രൂപ ഇവർ തട്ടിയെടുത്തു. ASPയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷനിൽ വിജിലൻസിന്റെ പരിശോധനയും ഇന്ന് നടന്നിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ നടപടി സംബന്ധിച്ച വിവരങ്ങൾ വരുന്നു. 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എറണാകുളം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കേട്ടുകേൾവിയില്ലാത്ത തട്ടിപ്പാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നാണ് പരാതി. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി ഉയർന്നത്. 3 CPOമാരും ഒരു ഗ്രേഡ് SIയും. സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്ന് 2 അംഗ പോലീസ് സംഘം ഇവിടെ ഒരു സൈബർ ക്രൈം അന്വേഷിക്കുന്നതിന് വേണ്ടി വന്നത്. ഇവിടുത്തെ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരാൾക്ക് സൈബർ ക്രൈമുമായി ബന്ധമുണ്ടെന്നും അയാൾക്ക് നോട്ടീസ് നൽകാനും വേണ്ടിയാണ് ഈ സംഘം എത്തിയത്. ഇവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കുറുപ്പുംപടി പോലീസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകിയത്. ഈ നോട്ടീസ് കൈപ്പറ്റാൻ ഉള്ള ആളെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ, കുറുപ്പുംപടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്ന് സംസാരിക്കുകയും അയാളിൽ നിന്ന് മറ്റൊരാളുടെ വിവരം ലഭിക്കുകയും ചെയ്തു. അയാൾക്ക് വേണ്ടിയാണ് ഈ പണം എടുത്ത് കൊടുത്തതെന്നാണ് ഈ നോട്ടീസ് കൈപ്പറ്റിയ ആൾ പറഞ്ഞത്. അങ്ങനെ ഈ രണ്ടാമത്തെ ആളെ ഈ കുറുപ്പുംപടി പോലീസിലെ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി, നിങ്ങളെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, അതുകൊണ്ട് പണം നൽകിയാൽ നമുക്ക് ഈ പ്രശ്നം ഒതുക്കി തീർക്കാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ ഈ കേസിൽ പ്രതിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ യുവാവിന്റെ പക്കൽ നിന്ന്, ഇയാളൊരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്, അവിടെ നിന്നാണ് അയാളുടെ പക്കൽ നിന്നാണ് ആദ്യം 10 ലക്ഷം രൂപ ചോദിച്ചു. പക്ഷെ അത് അക്കൗണ്ട് ത്രൂ ആയതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നേരിട്ട് 6,60,000 രൂപയാണ് ഇവർ കൈപ്പറ്റിയെന്നുള്ളതാണ് പരാതി. ആ പരാതിയിന്മേൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി വിജിലൻസ് പരിശോധന നടത്തി. ഒപ്പം റൂറൽ പോലീസിന്റെ പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. വീണ്ടും വാർത്താ സന്ധ്യയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മധ്യകേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനാണ് BJP നീക്കം. പല നേതാക്കളുമായും ചർച്ച നടത്തിയെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് 24 പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ടെലിവിഷൻ ചർച്ചകളിൽ CPIM-നായി വാദിച്ച റെജി ലൂക്കോസാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി BJP അംഗത്വം സ്വീകരിച്ചത്. 35 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചുവെന്നും ദ്രവിച്ച ആശയം മാറണമെന്നും BJP-കാരനായ റെജി ലൂക്കോസ്. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് BJP-യുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. റെജി ലൂക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് CPIM നേതാക്കളുടെ പ്രതികരണം. ഇടതുപക്ഷ സഹയാത്രികൻ വലതുപക്ഷ സഹയാത്രികൻ എന്നത് ആർക്കും അവകാശപ്പെടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് CPIM-മായി അയാൾക്കൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് BJP-യുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. പാലക്കാട് CPIM മുൻ ഏരിയ സെക്രട്ടറി BJP-യിൽ ചേർന്നു. അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ആയിരുന്ന VR രാമകൃഷ്ണനാണ് BJP-യുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. VR രാമകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഗളി പഞ്ചായത്തിൽ CPIM വിമതനായി മത്സരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യകേരളത്തിലെ പ്രമുഖ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനാണ് BJP നീക്കം. എല്ലാ മേഖലയിലും നമ്മൾ നിരവധി, അതായത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുള്ള എല്ലാ നേതാക്കളുമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. കോഴിക്കോട് ബേപ്പൂരിൽ PV അൻവറിനൊപ്പം കോൺഗ്രസ് ചർച്ചകളിൽ ആദം മുൽസിയുടെയും KP നൌഷാദ് അലിയുടെയും പേരുകളും. കൊയിലാണ്ടിയിൽ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ, കോഴിക്കോട് നോർത്തിൽ K ജയൻ, നാദാപുരത്ത് KM അഭിജിത്ത് എന്നിവർ വിജയസാധ്യതാ പട്ടികയിലുണ്ട്. ഇടുക്കി ഉടുമ്പൻചോലയിൽ M മണി മൂന്നാമതും കളത്തിലിറങ്ങിയേക്കും. പാലക്കാട് മണ്ഡലത്തിൽ നടൻ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJP നേതൃത്വം ആലോചിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു സർവേയുടെ അടിസ്ഥാനത്തിൽ നൽകിയ വിജയസാധ്യതാ പട്ടികയിൽ കോഴിക്കോട് ജില്ലയിൽ PV അൻവർ മത്സരിക്കുമെന്ന് പറഞ്ഞ ബേപ്പൂരിൽ
ആദം മുൽസിയുടെയും KP നൌഷാദ് പേരാണ് കോൺഗ്രസിൽ നിർദ്ദേശിക്കപ്പെട്ടത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറിനെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നിയമസഭയിലേക്ക് 16 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിലാണ് യൂത്ത് കോൺഗ്രസ്. അതേസമയം ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ ടേം നിബന്ധനയിൽ MM മണിക്ക് CPIM ഇളവ് നൽകിയേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാനാണ് MM മണിയെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നത്. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരവും ഭരണവിരുദ്ധ വികാരവും അനുകൂലമാക്കാനാണ് BJP നീക്കം. വിജയസാധ്യത പഠിക്കാൻ BJP നിയോഗിച്ച ഏജൻസി നടൻ ഉണ്ണി മുകുന്ദന് പാലക്കാട് മണ്ഡലത്തിൽ വിജയസാധ്യത പ്രവചിക്കുന്നുണ്ട്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ പേരും സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നു. പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വീണ്ടും വാർത്തകളിലേക്ക്. ഇനി ശബരിമല വാർത്തയിലേക്ക്. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിവരെ 66,649 പേർ ദർശനം നടത്തി. പമ്പയിൽ നിന്നും മരക്കൂട്ടത്തു നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഈ മാസം 14-നാണ് മകരവിളക്ക്. ഇനി പൊതുജനം കഴുതയിൽ അസർ എന്ന പരിപാടി കാണാം. ബി ദിലീപ് കുമാർ എത്തും. നമസ്കാരം.